ഹലോ ഗൈസ്, കുറെ നാളായിട്ടെ എൻ്റെ ഈ കമന്റ് ബോക്സ് നിറച്ച് ഒരു ഡ്രാമ മാത്രമേ ഉള്ളൂ. മിസ് ദ ഡ്രാഗൻ. ചെയ്യുവോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ചെയ്യാൻ എനിക്കും കുറച്ചിഷ്ടം തോന്നി. അങ്ങനെ ഞാൻ ചെയ്യാനായിട്ട് ഡ്രാമ കാണാനായിട്ട് കയറി ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതൊരു യൂഷ്വൽ ഡ്രാമയല്ല. സാധാരണ നമ്മുടെ എല്ലാ ഡ്രാമയിലും മനുഷ്യനും തമ്മിലുള്ള പ്രേമമല്ലേ. ഇതങ്ങനെയല്ല, മനുഷ്യനും ഡ്രാഗനും തമ്മിലുള്ള പ്രേമമാണ്. സോ ഇങ്ങനത്തെ ഡ്രാമാസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് പിടിക്കുന്ന നല്ല അടിപൊളി ഒരു ചൈനീസ് ഡ്രാമയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. സോ എപ്പിസോഡിന്റെ തുടക്കത്തിൽ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നല്ലൊരു അടിപൊളി ചൈനീസ് പാട്ടോട് കൂടി തന്നെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മേഘങ്ങൾക്കിടയിലൂടെ നല്ല രസമുള്ള നല്ല നീളമുള്ള ഒരു വെളുത്ത ഡ്രാഗൻ പറന്നു നടക്കുന്നതാണ്. ആ ഡ്രാഗന് മുകളിലായി നമ്മുടെ കഥാനായികയായ ലീയും ഇരിപ്പുണ്ട്. അവൾ പറയുന്നുണ്ട്, ഇതൊരു പ്യൂറസ്റ്റ് ഫോം ഓഫ് ലവ് ആണ്. ഇതിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ അതിലെ പ്രണയിക്കാൻ ആരംഭിച്ചിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഈ ചിത്രത്തിലേക്ക്, അതായത് ഒരു വെളുത്ത ഡ്രാഗൻ, അതിന് മുകളിൽ ഒരു പെൺകുട്ടി, ഇങ്ങനെ ഒരു ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുന്ന നമ്മുടെ കഥാനായികയാണ്. ഞാൻ ഓൾറെഡി അവളുടെ പേര് പറഞ്ഞു, ലീ എന്നാണ്. അവളൊരു മെയ്ഡ് സെർവന്റ് ആണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, സത്യമാണോ സ്വപ്നമാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി നിന്നെ കാണണമെന്നാണ്. ഇതൊക്കെ നമ്മൾ ഓർക്കും ഈ പെൺകുട്ടി പറയുന്നതാണ്. പക്ഷെ അല്ല കേട്ടോ, ആ പെൺകുട്ടി ആ ബുക്കിൽ നോക്കി വായിക്കുന്നതാണ്. ഇതൊക്കെ വായിച്ചിട്ട് അവൾ തന്നെ ഇരുന്ന് കരയുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് 3 വർഷം മുമ്പുള്ള കാര്യമാണ്. മറ്റൊന്നുമല്ല, കാട്ടിലൂടെ, ആ കാടിന് നടുവിലൂടെ ഒരു കുതിരവണ്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ആ വണ്ടിക്കകത്ത് നമ്മുടെ കഥാനായക ലീയും അവളുടെ മിസ്സും ഇരിപ്പുണ്ട്. ഇവര് തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ ഇവളുടെ കയ്യിലിരിക്കുന്ന ആ ബുക്കിനെ കുറിച്ച് മിസ് ലിയോട് ചോദിക്കുന്നു. ലീ പറയുന്നുണ്ട്, ഈ ബുക്കെന്ന് സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇതൊരു ഡ്രാഗനും ഒരു പെൺകുട്ടിയും, മനുഷ്യ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥയാണ്. അവർ രണ്ടുപേരും ഇപ്പൊ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുമ്പോഴാണ് ഇവരുടെ വണ്ടി പെട്ടെന്ന് എന്തിനെയോ കണ്ട് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മിസ്സിന്റെ കാലിന് പരുക്ക് പറ്റുന്നുണ്ട്. കുറെ അഭ്യർത്ഥികൾ ഇവരുടെ വണ്ടിയുടെ മുന്നിൽ ചാടിയതാണ്. ഈ ടൈമില് പെട്ടെന്ന് ഇവരുടെ ആ ഒരു തട്ടം മാറ്റി ഒരു അഭ്യർത്ഥി അങ്ങോട്ട് വരുന്നു. ഇവനെ കാണുമ്പോൾ തന്നെ നമ്മുടെ കഥാനായക ഒരു ആയുധമെടുത്ത് അവനെ നേരെ നീട്ടുന്നുണ്ട്. അകത്തോട്ട് വരരുത്, വന്നാൽ ഞാൻ നല്ല തല്ല് വെച്ച് തരുമെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പൊ അയാൾ അവിടെ ഇരിക്കുന്ന ഭക്ഷണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എനിക്ക് ആ ഭക്ഷണം വേണമെന്ന്, വിശക്കുന്നുണ്ടെന്ന് അയാൾ ഇങ്ങനെ ഇവിടെ കാണിക്കുന്നു. ഈ സമയം ഭക്ഷണം എടുത്ത് അയാൾക്ക് നൽകുകയാണ് നമ്മുടെ കഥാനായിക. എന്നിട്ട് അയാൾ അത് ആർത്തിയോട് കഴിക്കുന്നത് കാണുമ്പോഴത്തേനും ബാക്കിയുള്ള ഭക്ഷണങ്ങളും പോകാൻ തുനിഞ്ഞ അയാളെ തിരിച്ചു വിളിച്ച് അവൾ കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എത്രത്തോളം പാവപ്പെട്ടവരാണ് അവര്. ഇതേ സമയം തന്നെ ആ ഒരു കുതിരവണ്ടി ഓടിക്കുന്ന അവൻ വന്ന് പറയുന്നുണ്ട് അവരെല്ലാം പോയി കഴിഞ്ഞു എന്ന്. പക്ഷെ നമ്മുടെ മിസ്സിന്റെ കാലിന് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചികിത്സിക്കണമെങ്കിൽ തിരിച്ച് ടൗണിലേക്ക് പോകണം. പക്ഷെ ടൗണിലേക്ക് പോയാൽ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് പോകാൻ ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലീ ഒരു ഐഡിയ പറയുകയാണ്. ഇപ്പോൾ ഉള്ള ഈ സ്ഥലത്ത് മൊത്തം ഫാമേഴ്സ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവള് പറയുന്നുണ്ട്, ഇവള് പറയുന്ന കുറച്ച് സാധനങ്ങൾ ഇവക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവള് തന്നെ മരുന്നുണ്ടാക്കാമെന്ന്. അങ്ങനെ ഇവള് കുറച്ച് ഫ്രൂട്ട്സിന്റെയും മറ്റു സാധനങ്ങളുടെയും ഒക്കെ പേര് പറയുന്നു. കർഷകർ ഉള്ളത് കൊണ്ട് തന്നെ അത് ഏതായാലും ഇവരുടെ കയ്യിൽ കിട്ടുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ കാണുന്നത് ഇതെല്ലാം ഉപയോഗിച്ച് എന്തോ മരുന്നുണ്ടാക്കി നമ്മുടെ മിസ്സിന്റെ കാലിൽ, ആ പരുക്ക് പറ്റിയ കാലിൽ പുരട്ടി കൊടുക്കുന്ന നമ്മുടെ നായികയാണ്. അവള് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നതാണ് ഈ കാര്യങ്ങളൊക്കെയെന്ന്. പുരട്ടിയതിനു ശേഷം നമ്മുടെ മിസ്സിന്റെ കാല് സുഖപ്പെടുന്നുമുണ്ട്. മിസ് പറയുന്നുണ്ട്, എന്റെ കാലിന്റെ അസ്വസ്ഥതകളെല്ലാം മാറിയെന്ന്. എന്നിട്ട് വീണ്ടും അവൾ ആ പുസ്തകം എടുത്ത് കയ്യിലേക്ക് വെക്കുകയാണ്. ഈ സമയത്ത് മിസ് പറയുന്നുണ്ട്, എടി പൊട്ടി, നീ ഇങ്ങനത്തെ പൊട്ടത്തിലൊക്കെ വിശ്വസിച്ചോണ്ടിരിക്കാതെ, ഇതൊക്കെ ഒരു നിധി പോലെ നീ കൊണ്ട് നടക്കാതെ, ഉള്ള കാര്യമൊന്നുമല്ല, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ലീ പറയുന്നുണ്ട്, ഒരു ഡ്രാഗനെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അപ്പൊ മിസ് ഇവിടെ ഒന്ന് ആക്കുന്നുണ്ട്. ഈ ടൈമില് അവൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു വെളുത്ത ഡ്രാഗൻ അതുവഴി പോകുന്നു. ഇത് കാണുന്ന അവൾ പറയുന്നുണ്ട്, നീ നോക്ക്, ഒരു ഡ്രാഗൻ അല്ലേ പോകുന്നതെന്ന്. ഇതൊക്കെ കേൾക്കുന്ന മിസ് ആകാശത്തേക്ക് നോക്കാതെ തന്നെ പറയുന്നുണ്ട്, ആ ഡ്രാഗനാണ് ഡ്രാഗൻ. ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ഒന്ന് ആക്കി വിടുവാണ്. പക്ഷെ നമ്മുടെ കഥാനായക കണ്ടത് യഥാർത്ഥ ഒരു ഡ്രാഗനെയായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഇടിമിന്നലേറ്റ് ആ ഡ്രാഗൻ ഒരു വെള്ളത്തിലേക്ക് വീഴുന്നതാണ്. ഇതേ സമയം തന്നെ ഒരു കവാടം തുറക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു വാട്ടർ ബാത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ളിൽ നിന്നും ഒരു മനുഷ്യരൂപം എഴുന്നേറ്റ് നടന്നു വരുവാണ്. ഇതാണ് നമ്മുടെ കഥാനായകൻ. ഇവന്റെ പേര് ലോങ് എന്നാണ്. ഇവന്റെ ശരീരത്ത് മുറിവുകളുണ്ട്. ഒരുപക്ഷെ മിന്നലേറ്റതാവാം അവ. ഇവൻ വസ്ത്രമൊന്നും ഇല്ലാതെയാണ് അങ്ങോട്ട് വരുന്നത്. ഇവൻ കൈ നീട്ടുമ്പോൾ തന്നെ വസ്ത്രം വന്ന് ഇവൻ ഇടുന്നുണ്ട്. ഈ ടൈമില് ഇവന്റെ കൂട്ടുകാരനോ മറ്റോ അങ്ങോട്ട് വരികയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തേ തുണിയില്ലാതെ നിൽക്കുന്നേ? ഞാൻ വരെ ഞെട്ടിപ്പോയി. ഇതൊരു പെൺകുട്ടിയായിരുന്നെങ്കിലോ?
ഇത് കേൾക്കുന്ന ലോങ് പറയുന്നുണ്ട്, ആ ഇവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ, നീ കൂടുതൽ അങ്ങ് ഞെട്ടാൻ നിൽക്കണ്ടെന്ന്. ഡ്രാഗൺ കിങ് എന്നാണ് ആ കൂട്ടുകാരൻ നമ്മുടെ നായകനെ അഭിസംബോധന ചെയ്തത്. ആ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത്ര തവണ മിന്നലേറ്റതിനു ശേഷം നിന്റെ രണ്ടാമത്തെ ക്ലേശം നീ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ ലോങ് രക്തം തുപ്പുന്നത്. ഈ സമയത്ത് അവന്റെ കയ്യിൽ പിടിച്ചു നോക്കുന്ന ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിന് പരുക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നീ കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ മൂന്നാമത്തെ ആ ഒരു ക്ലേശം എങ്ങനെ പൂർത്തിയാക്കുമെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ലോങ് പറയുന്നുണ്ട്, ഇത് വലിയ പരിക്കൊന്നുമല്ല. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ലോങ് പറയുന്നുണ്ട്, ഈ മൂന്നാമത്തെ ക്ലേശം കൂടി ഞാൻ പൂർത്തിയാക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഡ്രാഗൺ ഇമ്മോർട്ടൽ ആയിട്ട് മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചാൻസ് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല മോനെ എന്ന്. ഈ കൂട്ടത്തിൽ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, ഗോൾഡൻ ആമർ, അതായത് പണ്ട് മോഷ്ടിക്കപ്പെട്ട ആ ഗോൾഡൻ ആമർ ഇല്ലേ, അതെവിടെയാണ് ഉള്ളത്? അതുണ്ടെങ്കിൽ ഈ പരീക്ഷണം എനിക്ക് ഈസി ആയിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന്. ഇത് കേൾക്കുന്ന കൂട്ടുകാരൻ പറയുന്നുണ്ട്, അത് ഡബിൾ ഡെമൻസിന്റെ കയ്യിലാണ് ഉള്ളത്. അവന്മാരുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചെടുത്തോണ്ട് വരിക എന്നത് അതത്ര ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ല എന്ന്. പക്ഷെ നമ്മുടെ നായകൻ ഉറപ്പിച്ച് തന്നെ ഇറങ്ങുകയാണ്. അതായത് ഡബിൾ ഡെമൻസ് ആണേലും ആരാണേലും ഏതവന്റെ കയ്യിൽ നിന്നാണേലും ആ ഗോൾഡൻ ആമർ സ്വന്തമാക്കണമെന്ന് കരുതി കൂട്ടി തന്നെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കഥാനായികയെ കാണിക്കുകയാണ്. അവളിപ്പോ ഒരു മാൻഷനിലാണുള്ളത്. ആ മാൻഷനിലെ ഒരു കിളിക്കൂട്ടിലേക്ക് അവള് വരികയാണ്. അതിനകത്ത് ഒരു കിളിക്കുഞ്ഞ് കിടപ്പുണ്ട്. ആ കിളിക്കുഞ്ഞിന്റെ അടുത്ത് വന്നിട്ട് അവൾ അതിന്റെ മുറിവുകളൊക്കെ ഉണങ്ങിയൊന്ന് പരിശോധിക്കുന്നു. അതിന്റെ കാലിലെ മുറിവുകളൊക്കെ മാറിയെന്ന് മനസ്സിലാക്കുമ്പം അവൾ അതിനോട് പറയുന്നുണ്ട്, നിന്റെ മുറിവൊക്കെ ഇപ്പൊ ഭേദപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിച്ചിരിക്കും. പക്ഷെ ഇനിയും നീ മറ്റു പക്ഷികളുമായിട്ട് അടി കൂടാനൊന്നും പോവല്ലോ കേട്ടോ. അങ്ങനെ അഥവാ പോയാ ചിലപ്പോൾ എന്നെ ഇനി കാണാനേ പറ്റിയെന്ന് വരില്ല എന്ന്. എന്നിട്ട് അവൾ അതിനെ പറത്തി പിടിക്കുകയാണ്. പോയ കിളിയാവട്ടെ അവിടെ പോയിട്ട് ഒരു പൂവും പറിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ട് അവൾ അവിടെ കൊണ്ടുവച്ച ആഹാരമില്ലേ അതെടുത്ത് കഴിക്കാൻ നോക്കുവാണ്. ഇത് കാണുന്ന നമ്മുടെ കഥാനായിക പറയുന്നുണ്ട്, എന്താടാ പൂവും കൊണ്ടു തന്നിട്ട് നീ ഭക്ഷണം കഴിക്കാൻ പോവാണ്? പകരത്തിന് പകരമല്ലേ? പെട്ടെന്നാണ് അവിടെ വലിയ ഇടിമിന്നലിന്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. അവൾ ആ കിളിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്, പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താ നമ്മൾ കാണുന്നത് നമ്മുടെ ലോങ് ഇല്ലേ, അവന് ഗോൾഡൻ ആമർ എടുക്കാനായിട്ട് അവിടെ എത്തിയിരിക്കുന്നതാണ് ഡബിൾ ഡെമൻസിന്റെ കോട്ടയിലേക്ക്. അവനെ കാണുമ്പോ തന്നെ അവന്മാർ രണ്ടുപേരും കടിച്ചു തുള്ളി വരുന്നുണ്ട്. പിന്നെ അടിയോടടിയാണ്. പക്ഷെ നമ്മുടെ നായകൻ വിട്ടുകൊടുക്കുവോ? ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നായകൻ തോക്കുന്നത് ശരിയല്ലല്ലോ. സോ ഡ്രാഗന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഇവരെ രണ്ടുപേരെയും അങ്ങ് ചാരമാക്കി കളയുവാണ് നമ്മുടെ നായകൻ. ശേഷം അവനെ ഗോൾഡൻ ആമർ സ്വന്തമാക്കുമ്പോൾ അവിടെ മൊത്തം ഇടിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ലീയും അവളുടെ മിസ്സും കൂടെ വളരെ സുന്ദരമായ ഒരു കാട്ടിലൂടെ, കാടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, ഒരു പൂന്തോട്ടം, നമ്മൾ ഈ സ്വപ്നത്തിലൊക്കെ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന ഒരു ഫാന്റസി വേൾഡ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സ്ഥലത്തിലൂടെ നടക്കുന്നതാണ്. ഈ സമയത്താണ് ആകാശത്ത് നിന്ന് എന്തോ വന്ന് അവിടേക്ക് വീഴുന്നതായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ലോങ് ആയിരുന്നു. അവൻ നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്, ചോരയൊക്കെ തുപ്പുന്നുണ്ട്. ഇവര് വരുന്നത് മനസ്സിലാക്കി അവൻ ഒരു കുഞ്ഞു പാമ്പിന്റെ രൂപത്തിലായി മാറുന്നു. ഈ ടൈമില് ഈ പാമ്പിനെ കാണുമ്പോഴത്തേനും അതിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന മിസ് നമ്മുടെ ലിയോട് പറയുന്നു, നീ വലിയ ചികിത്സിക്കുന്ന ആളല്ലേ, നീ ആ പാമ്പ് കുഞ്ഞിനെ എടുത്തോണ്ട് പോയിട്ട് ഒന്ന് ചികിത്സിച്ച് നേരെയാക്കാൻ. ഇത് കേൾക്കുന്ന നമ്മുടെ ലീ പറയുന്നുണ്ട്, എനിക്ക് പാമ്പിനെ പേടിയാണ്, പണ്ട് കുഞ്ഞിലെ എന്നെ ഒരു പാമ്പ് കൊത്തിയിട്ടുണ്ട്, അതേ പിന്നെ എനിക്ക് ഇവറ്റകളെ ഭയങ്കര പേടിയാണെന്ന്. ഇത് കേൾക്കുന്ന മിസ് പറയുന്നുണ്ട്, നിന്റെ കയ്യിൽ ആന്റി പോയിസൺ ഓയിൽമെന്റ് ഇല്ലേ നിന്റെ അച്ഛൻ നിനക്ക് തന്നത്, അത് പുരട്ടിയിട്ട് പോയി എടുക്കുക, അതാകുമ്പോഴത്തേനും പാമ്പ് കടിച്ചാലും പ്രശ്നമില്ലല്ലോ എന്ന്. അങ്ങനെ ആ ഓയിൽമെന്റ് പരട്ടിയിട്ട് അവൾ ആ പാമ്പിനെ പോയി എടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇവളങ്ങനെ അതിനെ ആ മാൻഷനിൽ കൊണ്ടുവന്നിട്ട് നേരത്തെ ഇവളുടെ കിളിയിട്ട കൂടില്ലേ അതിലേക്ക് ഇടുവാണ്. പക്ഷെ നമ്മുടെ ലോങ്ങിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ കഥാനായിക അവനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്, ആ പാമ്പിനെ. എന്നിട്ട് ബെഡിൽ കൊണ്ട് വെക്കുമ്പോഴത്തേനും അവൻ അവളുടെ തലയണിയിലേക്ക് കയറുകയാണ്. ഈ ടൈമിൽ അവൾ മറ്റൊരു തുണി കൊണ്ട് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവൾ ഇവന് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ലോങ്ങില്ലേ, അവൻ ആ തുണിയിലേക്ക് കയറുന്നുണ്ട്. ഈ ടൈമിൽ ഇവള് പറയുന്നുണ്ട്, നിനക്ക് കട്ടിലേക്ക് കിടക്കാനാണ് ഇഷ്ടമെങ്കിൽ നീ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. പിന്നീട് ഈ ഒരു പാമ്പിന്റെ ശരീരത്തെ ആ ഒരു മുറിവില്ലേ അതിലേക്ക് മരുന്ന് പുരട്ടാൻ ശ്രമിക്കുന്ന നമ്മുടെ കഥാനായികയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മുടെ ലോങ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഈ സമയത്ത് ലീ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഇതെന്റെ അച്ഛൻ പറഞ്ഞു തന്ന മരുന്നാണ്. ഒരു പക്ഷെ എന്റെ അച്ഛൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ അവസ്ഥയൊന്നും വരില്ലായിരുന്നു. പക്ഷെ എന്നും പറഞ്ഞ് എനിക്ക് മിസ്സിനെ കാണാതിരിക്കാനും കഴിയില്ലല്ലോ എന്ന്. അങ്ങനെ ലോങ് ആണെങ്കിൽ ഇതിന് സമ്മതിക്കുന്നുണ്ട് മരുന്ന് പുരട്ടാനായിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു പാമ്പ് കുഞ്ഞിനുള്ള ആഹാരമായിട്ട് വരുന്ന നമ്മുടെ ലീ ആണ്. പക്ഷെ ഇവന് ആ പാമ്പ് കുഞ്ഞ് കഴിക്കുന്ന ആഹാരം ഒന്നും പിടിക്കത്തില്ല. കാരണം ഇത് നമ്മുടെ ലോങ് അല്ലേ, നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോ ഒരു കിഴിയുടെ മുട്ടയാണെന്ന് തോന്നുന്നു ഇവള് കൊണ്ടുവന്ന് ഇതിന് നേരെ വെച്ച് നീട്ടുന്നുണ്ട്. പക്ഷെ ഈ സമയവും
നമ്മുടെ ലോങ്ങിന്റെ കണ്ണ് ഇവള് കഴിക്കാൻ കൊണ്ടുവന്ന ആഹാരത്തിലാണ്. പെട്ടെന്ന് തന്നെ അവന്റെ ശക്തി ഉപയോഗിച്ച് അവൻ അവിടുത്തെ ഒരു സാധനം താഴേക്കിടുന്നു. ഇതെടുക്കാനായിട്ട് നമ്മുടെ കഥാനായിക മുന്നോട്ട് നീങ്ങുമ്പോഴത്തേനും ഇവൻ അവളുടെ ആഹാരം മൊത്തം കുടിച്ചു തീർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് തിരിച്ചു വരുമ്പോഴത്തേനും തന്റെ ആഹാരം ആ പാമ്പ് കഴിച്ചെന്ന് മനസ്സിലാക്കുന്ന അന്തിച്ചു നിൽക്കുന്ന നമ്മുടെ ലിങ്ങിനെയാണ്. ശേഷം ലിങ് നമ്മളുടെ മിസ്സിന്റെ അടുക്ക് വന്ന് പറയുന്നുണ്ട് ഈ പാമ്പ് ഇങ്ങനത്തെ ആഹാരമൊക്കെ കഴിക്കുന്ന കാര്യം. മിസ്സിനും ഇതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ മിസ് കഴിച്ചതിന്റെ ബാക്കി ആഹാരം അവൾ ആ പാമ്പിനായിട്ട് എടുത്തോണ്ട് പോവുകയാണ്. ഈ കൂട്ടത്തിൽ തന്നെ മിസ് പറയുന്നുണ്ട് അത് ക്യാൻഡി ഒക്കെ കഴിക്കുമെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്കാൻ. ഇത് കേൾക്കുന്ന അവൾ പറയുന്നുണ്ട് എനിക്കൊന്ന് നോക്കണമെന്ന്. ഇത് കേൾക്കുന്ന മിസ് അവളുടെ അച്ഛൻ സൗത്ത് ഈസ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രത്യേകതരം ക്യാൻഡി ഇവക്ക് കൊടുക്കുവാണ്. ഇതിന്റെ മണമാണെങ്കിൽ ഇവക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മിസ് അതൊക്കെ പറഞ്ഞ് ഇവളെ ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവള് ഇതൊക്കെയായിട്ട് നമ്മുടെ ലോങ് ഇല്ലേ പാമ്പിന്റെ അടുത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ടൈമില് കൊടുത്ത ആഹാരം മൊത്തം ഒരു മടിയും കൂടാതെ കഴിക്കുന്ന ഒരു തീറ്റപ്പണ്ടാരമാണ് ലോങ് എന്ന് ഇവക്ക് തോന്നുന്നു, അതായത് ആ പാമ്പെന്ന്. കാരണം എല്ലാം ഒട്ടും ബാക്കി വെക്കാതെ തന്നെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ആർത്തി മൂത്ത് നേരത്തെ കൊണ്ടുവന്ന ആ ക്യാൻഡിയില്ലേ അതും കഴിക്കുന്നുണ്ട്. പക്ഷെ കഴിച്ചപ്പോഴാണ് നമ്മുടെ ചെറുക്കന് അത് ഇഷ്ടമായില്ല. പക്ഷെ തിരിച്ചു തുപ്പാനും വയ്യ. ഈ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഉറങ്ങാൻ പോകുന്ന നമ്മുടെ നായികയാണ്. അവൾ പറയുന്നുണ്ട് നിന്നെ പേടിച്ചിട്ടല്ലാട്ടോ ഞാൻ താഴെ കിടക്കുന്നത്, മറിച്ച് നീ ഒരു ആണാണോ പെണ്ണാണോന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവൾ താഴെ പോയി കിടന്ന് ഉറങ്ങുവാണ്. ഈ ടൈമിൽ നമ്മൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ലോങ് ഇല്ലേ അവന്റെ മനുഷ്യരൂപം സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവന് അവളെ എടുത്തുകൊണ്ട് കട്ടിലേക്ക് കിടത്തുന്നുണ്ട്. എന്നിട്ട് അവന് അവളുടെ ഇപ്പുറത്ത് കിടന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുവാണ്. ഈ സമയത്ത് അവൻ അറിയാതെ തന്നെ അവൻ അവിടെ ഉറങ്ങിപ്പോയിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് പകലാണ്, രാവിലെ. ഇവൻ നോക്കുമ്പോഴാണെങ്കിൽ ഇവന്റെ പുറത്ത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന നമ്മുടെ കഥാനായികയാണ് കാണുന്നത്. അവളെ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ഇവൻ ശ്രമിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സെക്കൻഡ് എപ്പിസോഡ് ഉടനെ പോസ്റ്റ് ചെയ്തേക്കാവേ. സോ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.